സംസ്ഥാനത്തെ ആരോഗ്യമേഖല നേരിടുന്ന പ്രശ്നങ്ങൾ നിയമസഭയിൽ ഉന്നയിക്കാനൊരുങ്ങുകയാണ് പ്രതിപക്ഷം. അടിയന്തര പ്രമേയമായി അവതരിപ്പിക്കാനാണ് നീക്കം. അതിനിടെ സംസ്ഥാനത്ത് പകർച്ചപ്പനി വ്യാപനം രൂക്ഷമായി തുടരുകയാണ്. സലീം മാലിക് ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന്. സലീം, വെരി ഗുഡ് മോർണിംഗ്. കേരളത്തിന്റെ ആരോഗ്യ മേഖല ആഗോള തലത്തിൽ തന്നെ ശ്രദ്ധ നേടിയതാണ്, വളരെയധികം അഭിനന്ദനങ്ങൾ നേടിയതാണ്. പക്ഷേ ഒരു ദിവസം 10,000-ലേറെ പേർ പനിക്ക് ചികിത്സ നേടുന്ന ഒരു ഘട്ടം, അതേപോലെ തന്നെ മഴക്കാലപൂർവ്വ ശുചീകരണം കൃത്യമായി നടത്തിയില്ല, പകർച്ചവ്യാധികൾക്കെതിരെ കൃത്യമായ നടപടികളില്ല എന്നൊക്കെയുള്ള വിമർശനങ്ങൾ വരുമ്പോഴാണല്ലോ ഇന്നത്തെ ഈ ഒരു അടിയന്തര പ്രമേയം കൂടെ ശ്രദ്ധയാകർഷിക്കുന്നത്. സ്മിത, ക്രിസ്റ്റീന, ഉറപ്പായും സംസ്ഥാനത്തിൻ്റെ ആരോഗ്യ മേഖല അത് ലോകത്ത് തന്നെ മാതൃകയാവുകയും കഴിഞ്ഞ സർക്കാരിന്, ഒന്നാം പിണറായി സർക്കാരിന് വലിയ പ്രകീർത്തനങ്ങൾ നേടിക്കൊടുക്കുകയും ചെയ്ത ആരോഗ്യ മേഖലയാണ്. പക്ഷേ രണ്ടാം പിണറായി സർക്കാരിൽ വലിയ വിമർശനങ്ങളാണ് ആരോഗ്യ മേഖല നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ആ വിമർശനങ്ങളുടെ കൂടി പശ്ചാത്തലത്തിലാണ് ഇന്ന് നിയമസഭയിൽ ഈ വിഷയം പ്രതിപക്ഷം ഉന്നയിക്കുക. പ്രത്യേകിച്ചും സംസ്ഥാനത്ത് പകർച്ചപ്പനി പടർന്നു പിടിക്കുന്നു. അപ്പോൾ ആരോഗ്യവകുപ്പ് നിഷ്ക്രിയം എന്ന പേരിലാവും അടിയന്തര പ്രമേയ നോട്ടീസ് നൽകുക. ഇതോടുകൂടി സഭ ഇന്നും പ്രക്ഷുബ്ധമാവും എന്നുള്ള കാര്യം ഉറപ്പാണ്. നേരത്തെ ഈ മുൻകാലങ്ങളിലൊക്കെയുള്ള വലിയ വിമർശനങ്ങൾ ആരോഗ്യവകുപ്പിനെതിരെ ഉണ്ടായിരുന്നു. അത് ചികിത്സാ പിഴവ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും ശസ്ത്രക്രിയാ പിഴവ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇന്ന് സഭയിൽ വരുമെങ്കിലും സഭയെ പ്രധാനമായും ഇന്ന് ഈ വിഷയത്തിലേക്ക് എത്തിക്കുന്നത് സംസ്ഥാനത്താകെ പടർന്നു പിടിക്കുന്ന പകർച്ചപ്പനിയാണ്. ദിവസേന ഒരു ദിവസം 10,000-ലധികം ആളുകളാണ് സംസ്ഥാനത്താകെ പകർച്ചപ്പനിക്കായി ചികിത്സയ്ക്ക് ആശുപത്രിയിൽ എത്തുന്നത് എന്നുള്ളതാണ് ഞെട്ടിക്കുന്ന കണക്ക്. മാത്രമല്ല, ജൂൺ മാസത്തിൽ മാത്രം 2,29,772 പനിബാധിതരാണ് ആരോഗ്യവകുപ്പിന്റെ കണക്കിൽ മാത്രമുള്ളത് എന്നുള്ളതും വലിയ ആശങ്കയായി നമ്മുടെ മുൻപിൽ നിൽക്കുന്നു. മാത്രമല്ല, മഞ്ഞപ്പിത്തം ബാധയും ഡെങ്കിപ്പനി ബാധയും പടർന്നു പിടിക്കുന്നതും വലിയ നിലയിൽ സംസ്ഥാനത്തിന്റെ ആരോഗ്യ മേഖലയെ വലിയ പ്രതിരോധത്തിലേക്കാക്കിയിട്ടുണ്ട്. 690 പേർക്കാണ് കഴിഞ്ഞ മാസം മാത്രം മഞ്ഞപ്പിത്തം ബാധിച്ചത് എന്നുള്ളതാണ് കണക്ക്. ഡെങ്കിപ്പനി ബാധിതർ 2013 പേരാണ്. കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ മാത്രം ഉണ്ടായിരിക്കുന്ന കണക്കാണ്. ആ കഴിഞ്ഞ ഒരു മാസത്തിനിടെ ഡെങ്കിപ്പനി ബാധിച്ചു മാത്രം 3 പേർ മരിച്ചു. മഞ്ഞപ്പിത്തം ബാധിച്ചു മാത്രം 6 പേരും മരിക്കുന്ന സാഹചര്യം ഉണ്ടായി. മാത്രമല്ല, മഞ്ഞപ്പിത്തം 690 പേർക്ക് മഞ്ഞപ്പിത്ത ബാധയും കഴിഞ്ഞ മാസം മാത്രമുണ്ടായി. 26-ലധികം മരണങ്ങളാണ് കഴിഞ്ഞ 6 മാസത്തിനിടെ മഞ്ഞപ്പിത്ത ബാധ മൂലം സംസ്ഥാനത്താകെ ഉണ്ടായത് എന്നുള്ളതും വലിയ ആശങ്കയുടെ ഒരു കണക്ക് നമ്മുടെ മുൻപിലുണ്ട്. മാത്രമല്ല, ഷിഗല്ല പോലെയുള്ള രോഗങ്ങളും സംസ്ഥാനത്തേക്ക് എത്തുന്നു. മലപ്പുറത്ത് മാത്രം 4 ഷിഗല്ല രോഗബാധിതർ ഉള്ളതും 4 വിദ്യാർത്ഥികൾ ഉള്ളതുമൊക്കെ ആശങ്കയായി നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ആരോഗ്യവകുപ്പ് നിഷ്ക്രിയമാണ് എന്നുള്ളതാണ് പ്രതിപക്ഷം ഉയർത്തുന്ന പ്രധാനപ്പെട്ട വാദം. പ്രതിപക്ഷത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ മഴക്കാലപൂർവ്വ ശുചീകരണം കൃത്യമായി നടപ്പിലാക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ്. അത് തദ്ദേശ വകുപ്പിനെ വിമർശിച്ചുകൊണ്ട് പ്രതിപക്ഷം നേരത്തെ രംഗത്തെത്തിയതാണ്. പക്ഷേ ആരോഗ്യവകുപ്പും തദ്ദേശ സ്ഥാപനങ്ങളും തമ്മിലുള്ള ഒരു കോർഡിനേഷൻ പോലും സംസ്ഥാനത്ത് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് പ്രതിപക്ഷം ഉയർത്തുന്ന ആരോപണം. അതുകൊണ്ട് തന്നെ ഈ പകർച്ചപ്പനി വ്യാപനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണക്കാർ സർക്കാരും ആരോഗ്യവകുപ്പും എന്നാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് ആരോഗ്യവകുപ്പ് മന്ത്രി മറുപടി പറയുകയും ചെയ്തു. ഏതായാലും ഇന്ന് ചൂടേറിയ ചർച്ചകൾ നിയമസഭയിൽ നടക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. സലീം, ഞങ്ങൾക്ക് ഗുഡ് മോർണിംഗ് പറഞ്ഞില്ല കേട്ടോ. അത് ഞങ്ങൾ അങ്ങോട്ട് പറയാഞ്ഞിട്ടാണോ എന്നറിയില്ല. ഒരു നല്ല ദിവസം ആശംസിക്കുന്നു സലീം. താങ്ക് യു സലീം. സലീമിന് പിന്നെ പെട്ടെന്ന് എന്ത് പറയണമെന്നായി പോയി അല്ലേ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.